ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. ബില്ലിനെ എതിർത്ത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഈ ബില്ല് അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കുന്നു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എതിർത്തുകൊണ്ട് എന്താണ് വ്യക്തമാക്കുന്നത്? സഭയിൽ എന്താണ് നടക്കുന്നത്? വീണ, ഇപ്പോൾ ഈ ബില്ലിന് മേലുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാവ് ഗൗരവ് ഗൊഗോയി ഇപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ സംസാരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ BJPയുടെ പ്രമുഖ വ്യക്തികളെല്ലാം ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കായി സഭയിൽ എത്തിയിട്ടുണ്ട്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളാണ് ലോക്സഭയിൽ ഈ ബില്ല് വെച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ ശിവസേന, ഉദ്ധവ് വിഭാഗം, അങ്ങനെ ഇന്ത്യ ബ്ലോക്കിലെ ചില പ്രധാനപ്പെട്ട കക്ഷികൾ ഈ ബില്ലിനെ എതിർത്ത് രംഗത്ത് വരുന്നുണ്ട്. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന ബില്ലാണ് എന്നുള്ളതാണ്. ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. അതിനാൽ കേന്ദ്ര സർക്കാരിലേക്ക് മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആരോപണമാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. RSSന്റെ അജണ്ടയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആരോപണവും ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിനെ പ്രതിരോധിക്കാൻ, അതായത് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. ഈ ബില്ലിന് മേലുള്ള ചർച്ച ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ, ശരി ഗൗതം, തിരിച്ചു വരാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്.